സംസ്ഥാനത്ത് ഇപ്പോൾ വിവാദമായിരിക്കുന്ന PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു വമ്പൻ പദ്ധതിയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പോലും അത് അറിഞ്ഞില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേന്ദ്രവുമായി ചരട് വലിച്ചത്, കേന്ദ്രവുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലും നിർദ്ദേശത്തിലും. 2024 തന്നെ അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. 2024 മാർച്ച് 30-നാണ് കേന്ദ്രത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറി കത്തയച്ചത്. പിന്നാലെ ഇതിന്റെ തുടർ ചർച്ചകളും തുടർ കാര്യങ്ങളും ഒക്കെ നീക്കിയത് മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് ഡോക്ടർ രതീഷ് കാളിയാടനായിരുന്നു. കരിക്കുലം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയതും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ്. ഇതിൽ ഒരിടത്തും വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് CPM-ലെ മന്ത്രിമാരെയോ ഇടപെടുത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയാണ് CPI. ഇപ്പോൾ CPI മന്ത്രിമാരോട് കൂടിയാലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPI വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും മുന്നണിയിൽ നിന്ന് വിട്ടുപോകുമെന്നും ഒക്കെയുള്ള ഭീഷണി മുഴക്കുന്നതും. ചുരുക്കത്തിൽ CPI അറിയിക്കാത്തത് പോട്ടെ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പോലും ഇതറിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്രവുമായി, കേന്ദ്രത്തിലെ മന്ത്രിമാരുമായി, കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ ഉന്നത സെക്രട്ടറിമാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് രതീഷ് കാളിയാടനായിരുന്നു. ഇവിടെയാണ് ഈ PM ശ്രീ വിഷയത്തിലെ പിണറായിയുടെ ഒരു ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. ഈ പദ്ധതി നടപ്പാക്കണമെന്ന് താല്പര്യപ്പെടുന്നത്, ഈ പദ്ധതി നടപ്പാക്കണമെന്ന് നിർബന്ധം പിടിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. പിണറായി ഏറ്റവും ഒടുവിലത്തെ സമയത്ത്, അതായത് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപൊക്കെ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ വിവാദമായപ്പോൾ സർക്കാർ പറയുന്നത് എന്താണ്? കേന്ദ്ര സിലബസ് പഠിപ്പിക്കില്ല, സംസ്ഥാനത്തിന്റെ സിലബസേ പഠിപ്പിക്കുകയുള്ളൂ. കേന്ദ്ര സിലബസ് പഠിപ്പിക്കില്ല. കേന്ദ്ര സിലബസ് പഠിപ്പിക്കേണ്ടെന്നും സംസ്ഥാന സിലബസ് പഠിപ്പിക്കാമെന്നും വാക്കാൽ ഒരു സമ്മതം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ഒരു കേന്ദ്ര പദ്ധതി സംസ്ഥാനം നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട നിബന്ധനകളുണ്ട്, അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അവിടെ വാക്കാൽ പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് ഇനി ആരാണ് ഈ സർക്കാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? വാക്കാൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനുവേണ്ടി ഫണ്ട് സംസ്ഥാനം സ്വീകരിക്കുമ്പോൾ ആ ഫണ്ട് ഉപയോഗിക്കേണ്ട രീതിയും എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങളുണ്ടോ ആ മാനദണ്ഡങ്ങൾ മുഴുവനും പാലിക്കേണ്ടതുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ആ ഫണ്ട് വീണ്ടും തുടർച്ചയായി ലഭിക്കുകയുള്ളൂ. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ സെക്രട്ടറിമാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും CPI ഒന്ന് അനുനയിപ്പിക്കാനും ഒക്കെ ചില വിഡ്ഢിത്തങ്ങൾ വിളമ്പുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നിർബന്ധം പിണറായി വിജയന്റെ തന്നെയാണ്. പിണറായി നേരിട്ടാണ് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയത്. പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് പിണറായിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് രതീഷ് കാളിയാടൻ കേന്ദ്രവുമായി തുടർ ചർച്ചകൾ നടത്തിയത്.